ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം. വെറൈറ്റി മീഡിയ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ഇവരിൽ ആരാണ്? ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്, രണ്ട് ഗണേഷ് കുമാറിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ഇവരിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും രാഹുൽ മാങ്കൂട്ടം, അല്ലാതെ അതിനകത്ത് ആരുമില്ല. പിന്നെ ഇതിനകത്ത് ഗണേഷ് കുമാറിൻ്റെ ഫോട്ടോയും വെച്ച് കമ്പയർ ചെയ്തതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത ഈ ഗണേഷ് കുമാറിനില്ല, അത് വേറെ കാര്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്കകത്ത് ലൈക്കായിട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ഇവരിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ട് ലൈക്കായിട്ട് കൊടുക്കുക. പിന്നെ ഗണേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്കായിട്ട് നിങ്ങൾ കൊടുത്തു. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്കായിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ രാഹുലിൻ്റെ റീസെൻ്റായിട്ട് രാഹുൽ ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട്ട് പോയി വീട്ടിൻ്റെ താക്കോൽദാന സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് താക്കോൽദാന ചടങ്ങിനൊക്കെ ശേഷം ഈ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂസ്, ചെറിയൊരു ബൈറ്റ് മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്തോ ഒരു പക്വതയോട് വേണം, നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി, പുള്ളി പറയുന്ന മറുപടി ഉണ്ടല്ലോ, അത് കേൾക്കാൻ തന്നെ എന്തൊരു അടിപൊളിയാണ് അല്ലേ, കേട്ടിരുന്നു പുള്ളിയുടെ മറുപടി. അതുപോലെ ഒരു MLA എങ്ങനെ ആയിരിക്കണം, ഒരു MLA എന്താണ് ഒരു MLA എന്ന് പുള്ളിയുടെ ഒരു മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അങ്ങനെ ആയിരിക്കണം MLA. പുള്ളി ഇപ്പം പുള്ളിയുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷവും പുള്ളി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താണ്, പുള്ളി കോൺഗ്രസ് പ്രസ്ഥാനത്തിലില്ല എന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ കിളവൻ നാറികൾ പറഞ്ഞിട്ട് പോലും പുള്ളി ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുവാണ്. നമ്മൾ കാണുന്നതാണ്. റീസെൻ്റായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാത്തിനെയും പൊളിച്ചടിക്കുള്ള പോസ്റ്റ്, അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പം ഇത്രയ്ക്കും ഊർജ്ജസ്വലതയോടുകൂടി ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ രാഹുൽ അല്ലാതെ അങ്ങനെ ഷാഫി പറമ്പിൽ അത് നമുക്കറിയാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടുമൊക്കെ ഒരേ തലത്തിൽ നിന്ന് പോകുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പം ഷാഫി പറമ്പിലിനെക്കാളും ടോപ്പാണ് രാഹുൽ മാങ്കൂട്ടം അല്ലേ. ഷാഫി പറമ്പിൽ 3 വട്ടം പാലക്കാട് നിന്ന് ജയിച്ചതിനേക്കാളും എത്രയോ റെക്കോർഡ് വിജയത്തിലൂടെയാണ്, ഒറ്റ വിജയത്തിലൂടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് മത്സരിച്ച് വന്നത്. അപ്പോൾ അത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥാനം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും പുള്ളിയെ സ്നേഹിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതിപ്പോൾ മാർച്ചാണല്ലോ. ഏപ്രിൽ 23 കേരളത്തിൽ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ ഏപ്രിൽ 23 പറയുന്നുണ്ട്. അന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൽ മത്സരിക്കാൻ, രാഹുലിൻ്റെ പേര് കുത്താൻ ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരവസരം കിട്ടണേന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ രാഹുലിനെ എപ്പോഴും പ്രസ്ഥാനത്തിൽ നിർത്തത്തില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ കിങ്ങിണിക്കുട്ടൻ്റെയും അതുപോലെ രമേശ് പിഷാരടി, ആദ്യം രമേശ് പിഷാരടിയുടെ പേരാണ് വന്നുകൊണ്ടിരുന്നത്, പിന്നെ അത് കെ മുരളീധരനിലേക്ക് മാറി. രമേശ് പിഷാരടിക്ക് ഒരുപാട് എതിർപ്പുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് കെ മുരളീധരൻ നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ ഒരു ഊഹാപോഹമല്ല, ഇങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ കുറച്ച് മീറ്റിംഗ് ഒക്കെ നടത്തി അതിലൂടെ തന്നെ ഇങ്ങനെ ഇതുവരെയും പാലക്കാട് സ്ഥാനാർത്ഥി ഒരാളെ ഫിക്സ് ചെയ്തിട്ടില്ല. 90% പിഷാരടിയെ ഫിക്സ് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് ജനങ്ങൾ എല്ലാം കൂടെ ഇളകിയത്. ജനങ്ങൾ പറഞ്ഞു പിഷാരടി നിർത്തിക്കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടിക്കും, അതിനകത്ത് യാതൊരു മാറ്റമില്ല. ഷാഫി പറമ്പിൽ വഴി പിഷാരടിയെ കൊണ്ട് നിർത്തിയാലും പിഷാരടിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൺവിൻസ് ചെയ്ത് വോട്ട് പിടിക്കാൻ ഇറക്കിയാലും ജനങ്ങൾ വോട്ട് കൊടുക്കത്തില്ല എന്ന് ജനങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പ്രസ്ഥാനത്തിലുള്ള കള്ളക്കിളവന്മാർ റൂട്ട് മാറ്റി പിടിച്ചു. ഈ പറഞ്ഞിട്ടുള്ള കെ മുരളീധരനെ ഇറക്കാനുള്ള പരിപാടി. ഇപ്പം വേറൊരു കോമഡി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ലോക കോമഡി, ഞാനിപ്പോൾ ഒരു പേര് കേൾക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഞാൻ ആ പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയിട്ട് ഞാൻ സംസാരിക്കും. ഇപ്പോൾ ഒരു പേര് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റികളെ ഇറക്കാനും അതുപോലെ കായിക താരങ്ങളെ ഇറക്കാനും ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇവർ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ഇപ്പം ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കാണോ, ജനങ്ങൾ ഇച്ചിരി സപ്പോർട്ട് ചെയ്യുന്ന ആർക്കാണോ അവരെ ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിഷാരടിയെ ഇറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പിഷാരടി ഏത് സമയം മമ്മൂട്ടിയുടെ കൂടെയാണല്ലോ. അപ്പം മമ്മൂട്ടിയുടെ ഒരു വോട്ട്, മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പിഷാരടിക്ക് വോട്ട് കൊടുക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ജനങ്ങൾ ഒന്നടങ്കം എതിർത്ത്. കാരണം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായിട്ട് ഇനി ആരെ കൊണ്ട് നിർത്തിയാലും നിങ്ങൾ പറ, പാലക്കാട് ജയിക്കുമോ? ഇല്ല, ജയിക്കത്തില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം, അല്ലേ? ഇപ്പം തന്നെ 2 വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് വീട് പൂർത്തിയാക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് താക്കോൽദാനം ചെയ്യാനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പോയപ്പോഴത്തേക്ക് ജനങ്ങളുടെ സ്നേഹം നമ്മൾ കണ്ടതാണ്. എത്രയോ അമ്മമാർ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, എത്രയോ ആളുകൾ, എത്രയോ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ രാഹുലിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, നീ സ്വതന്ത്രനായിട്ടെങ്കിലും നീ നിൽക്ക്, ഞങ്ങൾ വോട്ട് തരും, ഭൂരിപക്ഷത്തോടു കൂടി നേരത്തെ നിന്നേക്കാളും റെക്കോർഡ് വിജയത്തോടു കൂടി ജയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും രാഹുൽ പറയുന്നൊരു കാര്യം, ഈ ഒരു പ്രസ്ഥാനം പറഞ്ഞാലേ ഞാൻ കേൾക്കൂ എന്നാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ രാഹുൽ ഇറങ്ങി വരണം, ഇറങ്ങി പുറത്ത് വരണം. ഈ ഒരു പ്രസ്ഥാനം നിർത്താൻ പോകുന്നില്ല, അതിന് വേറെ കാര്യം. രാഹുൽ ഈ ഒരു പ്രസ്ഥാനം നിർത്തുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇനിയിപ്പം അതിന് പിന്നെ ഒട്ടും ആലോചിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. ഈ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് തലേന്ന് വരെ എന്നെ പാർട്ടി നിർത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് രാഹുൽ പോകണമെങ്കിൽ ഈ പാർട്ടി നിർത്താൻ പോകുന്നില്ല. നമ്മൾ ഈ പാർട്ടിയിലുള്ള പല ആളുകളുടെയും വായിൽ നിന്ന്, ഈ മുതിർന്ന നേതാക്കളായിട്ടുള്ള കള്ളക്കിളവന്മാരുടെ വായിൽ നിന്ന് പലതും നമ്മൾ കേട്ടതാണ്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇവരൊക്കെ രാഹുലിനെ പേടിക്കുന്നുണ്ട്. രാഹുൽ നാളെ ഇവരെയൊക്കെ മുകളിൽ കയറി വരുമെന്നുള്ളൊരു പേടിയാണ് രാഹുലിനെ ഇപ്പോഴും തിരിച്ചെടുക്കാത്തതെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാമേ ഉള്ളൂ. ഇനി ഞാനിവിടെ രാഹുൽ ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് വന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മാധ്യമങ്ങളോട് കൊടുക്കുന്ന ചെറിയൊരു ബൈറ്റുണ്ട്. ആ ഒരു ബൈറ്റ് ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ ആയിരിക്കണം ഒരു MLA. വികസന പ്രവർത്തനങ്ങൾ, ഒരു MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വീഴ്ചയും ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. അടുത്ത ദിവസങ്ങൾ അതിൻ്റെ 1.5 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ വളരെ സന്തോഷകരമായി നിങ്ങളൊരു ചോദ്യമെങ്കിലും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയാണല്ലോ സ്മൈൽ പദ്ധതി. എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ വേളയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ നിങ്ങളെ ആരെയും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാനോ ആളല്ല. പക്ഷെ ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ 1.5 വർഷക്കാലം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷക്കാലം, 1.5 പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ആ 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ 12 വീടുകളുടെ തറക്കല്ല് ഇട്ട് നമ്മൾ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. 5 വീടുകളുടെ താക്കോൽദാനം ഈ ദിവസങ്ങൾ തന്നെ നമ്മൾ കൈമാറണം. അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാനിവിടെ കണ്ണാടിയിൽ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു കുറിപ്പ് കിട്ടുന്നത്. ആ ഒരു കുറിപ്പ്, എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പും, സ്റ്റേജ് കയറിയപ്പോൾ അടുത്ത കുറിപ്പ്, അവൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരൻ്റെ ഒരു കുറിപ്പും. ആ 2 കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി, വളരെ അതേസമയം തന്നെ വിഷമവും തോന്നി. ആ സന്തോഷത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൽ മണിയോട് വലിയ സ്നേഹവും സന്തോഷവുമാണുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, തറക്കല്ലിട്ട ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ, സർക്കാർ പല രീതിയിൽ നമ്മളെ മുടക്കാൻ ശ്രമിച്ച എല്ലാ പദ്ധതികളും നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ഭരണപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വീഴ്ച വന്നു എന്നുള്ളൊരു ഒരാൾക്കും, എന്നെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എതിരാളിക്ക് പോലും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മാധ്യമപ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്തൂര് ഒരു സ്കൂള് അത് തകർച്ചയെ നേരിട്ടപ്പോൾ നിങ്ങളാണ് അതിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ആ സ്കൂളിന് 1 കോടി രൂപയാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കൂട്ടായിട്ട് പാലക്കാട് ഒന്നിച്ച്, അതിൽ മാധ്യമപ്രവർത്തകർ, എന്നെ വിമർശിക്കുന്നവരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട്, എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയേക്കുന്നവരുണ്ട്, എന്നെ ഒപ്പം ചേർത്ത് പിടിച്ചവരുണ്ട്, എന്നെ ചേർത്ത് സംരക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടെ പാലക്കാടാണ് നമ്മൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതിന്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് വരെയാണ്. അപ്പോൾ ആ സമയത്ത് താങ്കൾ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്, ഇപ്പോൾ നിലവിലെ MLA ആണ്. ഇപ്പോൾ വികസന നേട്ടങ്ങളെ പറ്റി വിശദീകരിക്കാനോ ഒക്കെ ഈ ക്യാമ്പയിൻ സമയത്ത് താങ്കൾ പാലക്കാട് ഉണ്ടാകുമോ? വരും ദിവസങ്ങളിലൊക്കെ ക്യാമ്പയിൻ തുടങ്ങും. അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ.
അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെ പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ ഈ നാടൊരു അവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരു അവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് പിന്നെ പുതിയ റോഡുകളുടെ രൂപത്തിലും ആശുപത്രി ബ്ലോക്കിന്റെ രൂപത്തിലും പുതിയ സ്കൂളുകളുടെ രൂപത്തിലുമെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഓഡിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്നും ഭരിച്ചത്, ഇപ്പോഴും ഭരിച്ചത്. പക്ഷേ കേട്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും വ്യക്തിപരമായിട്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റ് പറ്റിയെങ്കിലും അത് രാഷ്ട്രീയപരമായിട്ട് അത് ഇവർ കൊണ്ടിട്ട് രാഹുലിനെ തകർക്കാനുള്ള പരിപാടി അതിനകത്ത് നടത്തി. പക്ഷേ രാഷ്ട്രീയത്തിൽ രാഹുലിനെ വെല്ലാനെ കൊണ്ട് ഒരാളും ഇന്ന് ഈ കേരള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ ഇല്ലയെന്ന് തന്നെ പറയാം. രാഹുൽ എന്ന് വെച്ചാൽ പുള്ളിയാണ്, വേറെ ലെവലാണ്. പുള്ളിയുടെ മറുപടി ഉണ്ടല്ലോ, മറുപടി നമ്മൾ കേട്ടിരുന്നു പോകും. ഇങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അല്ലേ? ഒരു MLA അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു കമൻറ്റാണ്. ബിജു ജോൺ എന്ന് പറഞ്ഞൊരു പുള്ളി ഈ വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു 6 മാസത്തേക്കെങ്കിലും ഇടുക്കിയുടെ MLA ആക്കാൻ പാലക്കാടുകാർ വിട്ടുതരുമോ? ഇവിടെ പാർട്ടി മാറിയും മറിഞ്ഞും കുറേ വർഷങ്ങളായി ഒരു MLA ഉണ്ട്. സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ അധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു MLA ആണ്. തള്ളിനൊരു കുറവുമില്ല. രാഹുലിനെ പോലെ ഒരാളെയാണ് ഇവിടെ ആവശ്യം. കണ്ടില്ലേ? ഇതുപോലെ എത്ര ജില്ലകളിൽ എത്ര MLA ജയിച്ചു പോയിട്ട് പൊടിയും തട്ടി പോയിട്ട് പിന്നെ ആ പരിസരത്തൂടെ പോയിട്ടില്ല. ജനങ്ങളുടെ ആവശ്യങ്ങളോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാനോ കേട്ടറിയാനോ കണ്ടറിയാനോ ഒന്നും തന്നെ പോയിട്ടില്ല. എത്രയോ MLA എത്ര MLA കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, അല്ലേ? എന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ഒരേ ഒരു MLA, ഒരേ ഒരു പേര് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഓരോ കൊച്ചു കുട്ടികൾ മുതൽ ഈ പറഞ്ഞിട്ടുള്ള വയസ്സായിട്ടുള്ള അമ്മമാർ വരെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുതൽ ഇത്ര ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം, അല്ലേ? അതാണ് ഒരു MLAയുടെ പവർ. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇവിടെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയെ അറിയാത്തതായിട്ടുള്ള ആളുകളുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഇറങ്ങി നടന്നത് ഒരു പബ്ലിക് ഒപ്പീനിയൻ നിങ്ങൾ എടുത്ത് നോക്കി ഫോട്ടോ വെച്ചിട്ട് ഇതാരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയും അതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ വെച്ചിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവരെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയത്തിലുള്ള എല്ലാ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചു നോക്കും. ഏത് ജില്ലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് നാട്ടിൻപുറത്താണെങ്കിലും ഏത് ആൾകേറ മൂലയിലാണെങ്കിൽ പോലും ഒരേ ഒരു ഫോട്ടോ കണ്ടാൽ ജനങ്ങൾ മനസ്സിലാക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ, അല്ലേ? ഇനി കേരളത്തിലെ അമ്മമാരുടെ സ്നേഹം നിങ്ങളൊന്ന് കണ്ടു നോക്കി. കഴിഞ്ഞ ദിവസം പാലക്കാടിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോയപ്പോഴത്തേക്ക് പാലക്കാട്ടുകാർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അവരെയൊക്കെ ആ സ്നേഹം ഒന്ന് കാണുമായിരുന്നു. ഒരമ്മ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ച് ആ അമ്മയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതും രാഹുൽ തിരിച്ചു വരണം, രാഹുലിന് ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം. ഒരുപാട് നമ്മൾ കണ്ടതാണ് അമ്മമാരെയൊക്കെ സ്നേഹങ്ങൾ, അല്ലേ? അതുപോലെ പാലക്കാട്ടിലെ ഒരു ടീച്ചറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഏതൊരു വീഡിയോക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോരം ആളുകളാണ് രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, ഈ അമ്മമാരെ സ്നേഹങ്ങൾ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കണ്ണുനീര് വന്നു പോകും. ഇതൊക്കെ രാഹുൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാഹുലിനെ പാർട്ടി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനായിട്ട് സ്വതന്ത്രനായിട്ട് നിന്ന് വരണം. സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് ജനങ്ങൾ തന്നിരിക്കത്തില്ല. ഇപ്പം ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേണം, നിങ്ങൾ നിൽക്കണം. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള പോലെ പാലക്കാട് നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ടല്ലോ, 100 വീടുകൾ. ആ വീടുകൾ പണി പൂർത്തിയാക്കി ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട്ടിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇറങ്ങി പോകാനേ സാധിക്കത്തുള്ളൂ, അല്ലേ? ഈ ഒരു പ്രസ്ഥാനം വിട്ടിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് വരണം. അതാണ് ഈ ഒരു പ്രസ്ഥാനം എന്തായാലും രാഹുലിനെ തിരിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ആ വീഡിയോ ആ അമ്മയുടെ സ്നേഹവും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നിപ്പോകും. എത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള ആളുകളും അമ്മമാരും കുട്ടികളൊക്കെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കുക. ഒരു MLA എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലും ഇത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കത്തില്ല, അല്ലേ? നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കേ.
കണ്ടില്ലേ, ആ അമ്മയുടെ സ്നേഹം കണ്ടില്ലേ? ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് രാഹുലിൻ്റെ അടുത്ത് തിരിച്ചു വരാനെ കൊണ്ട്. രാഹുൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങളുണ്ട്. ഇനി ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീസെൻ്റായിട്ടുള്ള കുറച്ച് വീഡിയോ, പാലക്കാട്ടിലെ ജനങ്ങൾ രാഹുലിനോടുള്ള കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാനിവിടെ 1-2 ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തന്നെ തീരുമാനം അല്ലേ? അതൊന്നുമില്ല. ഞങ്ങൾക്ക് ആഗ്രഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തന്നെ, വേറൊന്നും പറയാനില്ല. സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തന്നെ തീരുമാനം അല്ലേ? അതൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോഴേക്ക് ഭയങ്കര സ്വീകാര്യത ജനങ്ങളെ. എന്തുകൊണ്ടായിരിക്കും സ്നേഹം? നമുക്കുള്ള സ്നേഹം കൊണ്ട് അവര് സ്നേഹിക്കുന്നു. സന്തോഷം. വെയിലെത്തിക്കാതെ എഴുതുന്ന കിട്ടില്ല. അപ്പൊ അടുത്തത് പറയാം. ഇന്നലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. വെയിലെത്തിക്കാതെ ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ റീസെൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോയിൽ വന്നേക്കുന്ന രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട്. ഇനിയിപ്പോൾ എല്ലാ വരുന്ന വീഡിയോസിനകത്തെല്ലാം ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അത് വായിക്കുന്നതായിരിക്കും. അപ്പം അബ്ദുൽ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഒഴികെ ആര് നിന്നാലും കോൺഗ്രസ് തോൽക്കുക തന്നെ ചെയ്യും. അതെ, ഉറപ്പാണ്. രാഹുൽ ഒഴികെ വേറെ ആരെ പാലക്കാട്ട് കൊണ്ട് നിർത്തിയാലും കോൺഗ്രസ് തോൽക്കും, 8 നിലയിൽ പൊട്ടും. ഇപ്പം കോൺഗ്രസ് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NDAക്ക് വോട്ട് പിടിച്ചു കൊടുക്കും. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDFനും കിട്ടത്തില്ല, NDAക്ക് പോകും വോട്ട്. പാലക്കാട് NDAക്ക് BJP കൊണ്ടുപോകും. രാഹുലിനെ അല്ലാതെ വേറെ ആരെ നിർത്തിയാലും അവിടുത്തെ ജനങ്ങൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അടുത്തത് റസിയ PM എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റ്, രാഹുൽ അല്ലാതെ ആര് വന്നാലും എപ്പോൾ പൊട്ടി എന്ന് ചോദിച്ചാൽ മതി. അതെ, രാഹുൽ അല്ലാതെ ആര് വന്നാലും 8 നിലയിൽ പൊട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പോൾ രാഹുലിൻ്റെ പേര് പാലക്കാട് ഇല്ലെന്ന് അറിഞ്ഞപ്പം തന്നെ ജനങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ അല്ലാതെ പാലക്കാട് ആരെ കൊണ്ട് നിർത്തിയാലും ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല, ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല, ഞങ്ങളെ വീട്ടിലുള്ള വോട്ട് ആർക്കും കൊടുക്കത്തില്ല, അത് അസാധുവാക്കി കളയും, വോട്ട് ചെയ്തില്ലേലും ഞങ്ങൾക്ക് ആരെയും വേണ്ട എന്നാണ് എല്ലാ ആളുകളും പറയുന്നത്. പാലക്കാട്ടിലേന്നല്ല, ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള സകലമാന രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും പറയുന്നത്. പാലക്കാട്ടിലെ ജനങ്ങൾ മാത്രമല്ല പറയുന്നത്, മറ്റുള്ള ജില്ലകളിലുള്ള ആൾക്കാരും പറയുന്ന രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ വട്ടം ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്നാണ് പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത്രമാത്രം രാഹുലിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ അവരെയൊക്കെ സ്നേഹം കണ്ടിട്ടെങ്കിലും രാഹുൽ സ്വതന്ത്രനായിട്ടും ഇറങ്ങി മത്സരിക്കണമെന്ന് പറയുന്നതിന് കാരണം തന്നെ. അടുത്തത് ജോൺ SG എന്ന് പറയുന്ന പുള്ളി ഇട്ടേക്കുന്ന കമൻറ്റ്, രാഹുൽ മാൻകൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ ആരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല, അവസാനം കോൺഗ്രസ് തീർന്നു എന്നാണ് പറയുന്നത്. അതെ, ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പം കോൺഗ്രസ്സിന് അത്യാവശ്യം ഒരു പിന്തുണ കിട്ടുന്നെങ്കിൽ, ഒരു സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ തന്നെ അത് ഈ ഷാഫി പറമ്പിലിനെ പോലെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളുടെ ഈ കഴിവ് കൊണ്ടിട്ടാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് കൊടുത്തിട്ടുള്ള സംഭാവനകൾ കൊണ്ടിട്ടാണ് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രസ്ഥാനം തകർന്ന് താഴോട്ട് പോയ സമയത്ത് പോലും അതിനെ പിടിച്ചു വരുത്തി മേലോട്ട് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഇവരാണെന്ന് തോന്നുന്നത്. ഈ വളർന്നു വരുന്ന യുവ നേതാക്കളായിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു പ്രസ്ഥാനത്തിനെ ഈ കരകയറ്റി കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്നേഹം ജനങ്ങൾ അവരോട് കാണിക്കും. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള തിരിച്ചടി ജനങ്ങൾ കൊടുത്തിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അടുത്തത് സഹദ എന്ന് പറഞ്ഞൊരു ഐഡിയ ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ വരാൻ പറയൂ, ഫുൾ സപ്പോർട്ട്. അതെ, രാഹുൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും നല്ല സപ്പോർട്ട് രാഹുലിന് കിട്ടുന്നതായിരിക്കും. അടുത്ത ലിസി മാത്യു ഇട്ടേക്കുന്ന കമൻറ്റ്, രാഹുൽ മാത്രം മതി, വേറെ ആര് നിന്നാലും ജയിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം തിരക്കായതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. ഇനി തൊട്ട് നിങ്ങളെല്ലാവരെയും കമൻറ്റുകൾ ഇങ്ങനെ നമ്മൾ ഞാൻ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ലിസി മാത്യു എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് ഇട്ടേക്കുന്ന കമൻറ്റ്, രാഹുൽ മാത്രം മതി, വേറെ ആര് നിന്നാലും ജയിക്കില്ല എന്നാണ് പറയുന്നത്. അതെ, ഉറപ്പ് തന്നെയാണ്. അടുത്തത് ഇട്ടേക്കുന്നത് ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞൊരു ഐഡിയയിൽ നിന്ന് ഇട്ടേക്കുന്നത്, രാഹുൽ നിൽക്കുന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങേയറ്റം പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ അല്ലാതെ ആരും അവിടെ നിന്നാലും ജയിക്കില്ല, ഉറപ്പ് തന്നെയാണ് ജയിക്കില്ല, വേറെ ആര് നിന്നാലും. അടുത്തത് സന്തോഷ് PM ഇട്ടേക്കുന്ന, രാഹുൽ മാത്രം മതി പാലക്കാടിന്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, രാഹുൽ മാത്രം മതി പാലക്കാടിന് നിന്ന്, രാഹുൽ അല്ലാതെ വേറെ ആരെ നിർത്തിയാലും അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കില്ലെന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അടുത്തത്
ജബീല കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ID നിട്ടേക്കുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കണം, പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുക. രാഹുൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയില്ലെങ്കിൽ, പുതിയൊരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാലും രാഹുലിന് പിന്തുണ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് കഴിഞ്ഞാലും രാഹുലിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് മഞ്ജു സുഗു എന്ന് പറഞ്ഞ ID നിട്ടേക്കുന്നത്, മുരളി നിന്നാൽ തോക്കും, വട്ടിയൂർക്കാവിലെ മുരളി തോൽക്കും. മുരളി നിന്ന് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല. അജിത രാജേഷ് എന്ന് പറഞ്ഞ ID നിന്നിട്ടേക്കുന്ന കമൻറ്റ്, രാഹുൽ മതി, ഒരു 4 ലവ് ചിഹ്നം, ഹാർട്ടിൻ്റെ ഒരു ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. അടുത്തത് മജീദ് NK, ഞാൻ രാഹുലിൻ്റെ കൂടെ, ഞങ്ങളെല്ലാവരും രാഹുലിൻ്റെ കൂടെയുണ്ട്, ഫുൾ സപ്പോർട്ടാണ് രാഹുലിന്. അടുത്തത് പത്മിനി രാഘവൻ ഇട്ടേക്കുന്ന കമൻറ്റ്, പാലക്കാട് രാഹുൽ മാത്രം മതി, കോൺഗ്രസിൽ തിരിച്ചെടുത്ത പാലക്കാട് മത്സരിപ്പിക്കുക, രാഹുൽ മാത്രം. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിടുന്ന കമൻറ്റാണ്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇതുപോലെ, രാഹുലിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുലിന് വേണ്ടിയിട്ട് തന്നെ ഒരു സൈബർ ടീം പ്രവർത്തിക്കുന്നു എന്നാണ്, ഒരു PR ടീം പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരിക്കലുമില്ല. ഇതൊക്കെ നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ഒരു അമ്മയുടെ സ്നേഹമാണ്. ഇതിനൊക്കെയാണ് നമ്മൾ ലൈക്ക് കൊടുക്കേണ്ടത്. അടുത്തത് തങ്കച്ചൻ ദേവസിയുടെ കമൻറ്റ് ഞാൻ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ കമൻറ്റ് കാണാറുണ്ട്. ഇഫ് രാഹുൽ ഈസ് നോട്ട് ഇൻ പാലക്കാട്, കോൺഗ്രസ് വിൽ ലോസ് ദാറ്റ് സീറ്റ് ദിസ് ഇയർ, UDF മൈൻഡ് ഇറ്റ്. തങ്കച്ചൻ ദേവസി ഇടുന്ന കമൻറ്റ്, എനിക്ക് തോന്നുന്നു പുള്ളി ഇടുന്ന കമൻറ്റ് എപ്പോഴും ഈ ഒരു കമൻറ്റാണെന്ന് കേട്ടോ. അടുത്തത് ഷാഹുൽ PP ഇട്ടേക്കുന്ന, രാഹുൽ ഒരു 3 ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. അടുത്തത് അർഷദ് MB, രാഹുൽ മതി എന്ന് പറയുന്നുണ്ട്. അടുത്തത് ബീന ഇട്ടേക്കുന്ന കമൻറ്റ്, സപ്പോർട്ട് ടു രാഹുൽ 100%, 100% രാഹുലിനാണ് സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രിൻസി ലിസൺ എന്ന് പറഞ്ഞ ID നിന്നിട്ടേക്കുന്ന കമൻറ്റ്, പാലക്കാട് രാഹുൽ നിന്നാലേ കോൺഗ്രസ് ജയിക്കൂ, വേറെ ആരെയും നിർത്തി മണ്ടത്തരം കാണിക്കരുത്. അതെ, പാലക്കാട് വേറെ ആരെങ്കിലും നിർത്തുവാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയൊരു മണ്ടത്തരവും വലിയൊരു പരാജയവും തന്നെയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അടുത്ത് റോസമ്മ ഇട്ടേക്കുന്ന കമൻറ്റ്, റോസമ്മ മുരളിക്ക് സപ്പോർട്ടില്ല രാഹുൽ. അടുത്തത് മഞ്ജു സുഗു ഇട്ടേക്കുന്ന കമൻറ്റ്, കിളവന്മാരുടെ സ്ഥാനമാനങ്ങൾ പോകുമോ എന്ന പേടി. അതെ, ഇവരെയൊക്കെ സ്ഥാനമാനങ്ങൾ പോകുമോ എന്നുള്ളൊരു പേടി മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കുക, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് ചാടിച്ച് രാഹുലിനെ തിരിച്ചെടുക്കാതെ വെളിയിൽ നിർത്തി ഈ കിഴവന്മാർക്ക് കയറി ഇരുന്ന് വിലസി മുമ്പോട്ട് പോകണം. അതാണ് വേണ്ടുന്നത്. വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാതെ ഇതുപോലുള്ള എക്സ്പയർ എന്താവാനാണ്, ഇവരൊക്കെ എക്സ്പയർ ആയ ടീമുകളാണ്. യുവ നേതാക്കൾക്ക് അവസരം കൊടുക്കാതെ ഇതുപോലുള്ള കിഴവന്മാർ വീണ്ടും ഈ കസേരയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടി തകർന്ന് താഴോട്ട് പോകത്തേ ഉള്ളൂ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത കമൻറ്റുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിനകത്ത് ബാക്കി വായിക്കാം. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം, രാഹുൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ രാഹുലിനെ പറ്റിയിട്ട് രാഹുലിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. രാഹുൽ തിരിച്ചു വരുന്നത് വരെ നമുക്ക് രാഹുലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം രാഹുലിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.